ചേട്ടനോട് ഞാൻ ഇപ്പൊ ചോദിച്ചു രാഹുൽ എവിടെയെന്ന്. അപ്പൊ എന്ത് പറഞ്ഞു? 2 തെറി കേട്ടു, അത്ര തന്നെ. വന്ന പാടെ മെസ്സോളം വെച്ചെന്ന് കേട്ടി രാഹുലിന് ടൊമാറ്റോ കൊണ്ട് കയറി. ഇങ്ങനെയുണ്ട് ഒരു ചേട്ടൻ, പാവ എന്റെ രാഹുൽ. എങ്ങനെയുണ്ടായിരുന്നു സാമിന്റെ വെക്കേഷൻ? ഓ എനിക്ക് എന്ത് വെക്കേഷൻ, ഞാനിവിടെ ഇങ്ങനെയൊക്കെ തന്നെ. നിങ്ങൾക്കല്ലേ അതൊക്കെ? എങ്ങനെ അടിച്ചു പൊളിച്ചോ? എന്തൊരു കള്ളച്ചിരി. പറയട്ടെ? വേണ്ട, പറ പറ. ഇവന്റെ അടുത്ത വീട്ടിലെ മതാമക്കൊച്ചിന് ഈ ചെക്കനോട് ഒരു റൊമാൻസ്. വാലന്റൈൻസ് ഡേക്ക് നിറച്ച് ഗിഫ്റ്റ് കൊടുത്തത്രേ, പിന്നെ ഒരു കിസ്. എന്റെ അമ്മോ, ഓ ചെക്കൻ്റെ ഒരു നാണം. ഹേ ബോയ്സ്, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? ഹേ സാം, തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ സ്റ്റുഡൻസുമായി ഇങ്ങനെ മിങ്കിൾ ചെയ്യരുതെന്ന്? താൻ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ഒന്നും അല്ലല്ലോ, യു ആർ ജസ്റ്റ് എ ഗ്രൗണ്ട് സ്റ്റാഫ്. അത് മറക്കണ്ട. സോറി മാം. ആ ഗോ ഗോ, പോയി തന്റെ പണി ചെയ്. എവരിബഡി ഗോ ടു യുവർ ഡോമിറ്ററീസ്, ഓക്കെ? ആ One minute. Hi, Neetu. Hi. Hi, boys. Hi, sir. Hey, Rohan. Come on. Kick the ball. Okay, sir. അങ്കിളുടെ ആളെത്തി. നേരെ ക്വാർട്ടേഴ്സിലേക്ക് വാ. വിശേഷങ്ങളൊക്കെ അവിടെ വന്നിട്ട്. ഐറ്റംസ് ഒരുപാടുണ്ട് ഇടുക്കിയില്. മണിമലയിലെ തോട്ടം മുഴുവൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. തിന്നു തീർക്കാൻ തന്റെ ഹെൽപ്പ് കൂടി വേണ്ടി വരും. വേഗം വാ. ഞാനിതാ വരാം സാർ. ഇനിയിപ്പൊ നാളെ മുതൽ തുടങ്ങണ്ടേ പിള്ളേരുമായിട്ടുള്ള ഗുസ്തി പിടുത്തം? 2 മാസം എന്നെ സുഖായിരുന്നു. മണിമലയിലെ ഇടിയും മഴയും, തോന്നുമ്പോ തിന്നാൻ ചക്കയും മാങ്ങയും കപ്പയും കാച്ചിലും ചേനയും എല്ലാം തിന്നു മതിയായില്ല. അതിന് 6 മാസത്തേക്കുള്ളത് കൂടി നീ കെട്ടിപ്പറക്കി കൊണ്ടുവന്നിട്ടില്ലേ? 6 മാസോ? ഇതിപ്പോ 4 ദിവസം കൊണ്ട് ഞങ്ങൾ തിന്നു തീർക്കത്തില്ലേ അല്ലേ സാം? പിന്നെ ഹായ്, എന്തൊരു മണ ഇതിന്. തേൻ വരിക്കയാ, ഒരു കൈ നോക്കിയാലോ? ഓ ഇനി മതിയാക്ക്, വല്ല വയറിളക്കവും പിടിക്കും. അതിനെന്താ, സാമിനെ കഴിക്കാലോ. ആ മമ്മി, ഞങ്ങളിതേ വന്ന് കേറിയതേ ഉള്ളൂ. കോൾഡൊക്കെ പോയി. ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ നൗ. അങ്കിളും ആന്റിയും സാമിനോട് കത്തി വെച്ചോണ്ടിരിക്കുക. സാമിനെ ഓർമ്മയില്ലേ മമ്മിക്ക്? ലാസ്റ്റ് ടൈം വന്നപ്പോ കണ്ടില്ലേ? ആ അത് തന്നെ കക്ഷി. ഡാഡി എവിടെ? ഓ തിരക്ക്. ഖത്തറിലെ ഷേക്കല്ലേ. ആകെ ഉള്ളൊരു മോളാ. ഊട്ടി പഠിക്കാൻ വിട്ടിട്ട് വരാൻ നേരമില്ല. ഒന്ന് വിളിക്കാനല്ലേ നേരം ഉണ്ടാക്കാൻ പറ. ശരി മമ്മി, ഞാൻ കൊടുക്കാം. അങ്കിൾ സാം, 1 minute. ഹലോ. ആ ചേച്ചി. ഓ സുഖം. ഓക്കെ ശരി ചേച്ചി, ഞങ്ങളില്ലേ ഇവിടെ. ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിച്ചതാ സാമിന് വേണ്ടിട്ട്. എന്റെ സെലക്ഷനാ, ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഇതെനിക്കൊരാള് ഗിഫ്റ്റ് തന്ന. നിനക്ക് ഗിഫ്റ്റ് വാങ്ങി തരാനും കൊണ്ടു നടക്കാനും ഒക്കെ നിറയെ ആൾക്കാരുണ്ടല്ലോ അവിടെ. ഞങ്ങളൊക്കെ പാവങ്ങളാണേ. അല്ലെങ്കിൽ ഞാൻ അല്പം ചെത്തി നടക്കണതില് നിനക്ക് എപ്പോഴും ഉള്ളത് അസൂയ. ഇയാൾ ആര്? ഇവിടുത്തെ ഷാറൂഖ് ഖാനാ? അതുപോട്ടെ, ആരുടെ വകയത്? ഊഹിക്ക്. അതപ്പോഴേ ഊഹിച്ച്. എനിക്ക് മാച്ചാ. കോട്ടോ കോട്ട് തന്ന ആളോ? ദേ മറിയ, വെറുതെ കഥ ഉണ്ടാക്കല്ലേ. ജീവിച്ചു പോയിക്കോട്ടെ ഞാൻ. ഇങ്ങനൊക്കെ തന്നെ അങ്ങോട്ട് ജീവിച്ചാ മതി, അതാ തടിക്കും നല്ലത്. അല്ല, ഉച്ചയ്ക്ക് ഉണ്ണാൻ ഈ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ സാറിന്? ഞാൻ ജോണങ്ങളുടെ വീട്ടിൽ പോയി. അത് ശരി. എന്നിട്ട് അന്നമ്മ ചേട്ടത്തി എന്നെ തന്നു? താറാവ് പൊരിച്ചു, ചിക്കൻ സ്റ്റൂ, ബീഫ് വളർത്തിയത്. പിന്നെ ബീഫ് വളർത്തി. എന്റെ അമ്മച്ചി തന്നെ ആണ് ഈ അന്നമ്മ ചേട്ടത്തി. അത് മാത്രമാണ് അവർക്ക് യോഗ്യത കുറവ്. അതെ, നിന്നോട് സമയം കിട്ടുമ്പോ ചെല്ലാൻ പറഞ്ഞു അങ്ങോട്ട്. അതെങ്ങനെയാ? സൺഡേ അല്ലേ ഇവിടുത്തെ ലീവ്? നിന്നെ പോലെ തോന്നുമ്പേക്ക് വരാനും പോവാനും എനിക്ക് പറ്റുമോ? തിന്നു കൊടുക്ക്, ചോക്ലേറ്റ് കൊടുക്ക്. ഇടക്കിടക്ക് ചോക്ലേറ്റ് കൊടുക്കലും ചുറ്റിക്കറങ്ങലും കർത്താവ് കൃത്യമായിട്ട് എന്റെ കണ്ണിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്.
എന്താ രണ്ടുപേരും ഉദ്ദേശം? എന്ത്? എന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല? എന്താണെന്നും എങ്ങനെയാണെന്നും ഞാൻ നിനക്ക് പിന്നീട് ക്ലാസ് എടുക്കാം. രണ്ടെണ്ണത്തിനൂടെ പണി തരപ്പെടുത്തിയ ആളെന്ന ബഹുമാനമൊന്നും രണ്ടാളും എനിക്ക് തരുന്നില്ല. വേണ്ട, പോട്ടെ. ഞാൻ ഇവിടുത്തെ ആരാന്നാ ചോദിച്ചത്? അതിതുവരെ സാറിന് അറിയില്ലേ? നിന്നെ പോലത്തെ 10-200 നിരക്ക് നിർത്തുന്ന എന്നെ ബഹുമാനിക്കാത്ത ഓരോരുത്തർ നീയാ ഇവിടെ. നിന്റെ അപ്പൻ എൻ്റെ ഒരു പഴയ പരിചയക്കാരനായതുകൊണ്ട് അത് ഞാൻ ക്ഷമിക്കാം. പക്ഷെ ഇത് ഞാൻ ക്ഷമിക്കൂല. കുര്യാക്കോ സാറിന് അസൂയ സാമേ. എന്തിന്? ഞങ്ങളുടെ റൊമാൻസില്. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. സാറിന്റെ പ്രേമം ചീറ്റിപ്പോയിന്ന് വെച്ച് എല്ലാവരും അങ്ങനെ ആവോ? രണ്ടുപേരെ പണിയാങ്ങളെയും ചൂടാവല്ലേ സാറേ? നിന്റെ ഇവന്റെ കാര്യത്തിൽ ചൂടാ എനിക്ക് അവകാശമുള്ളതാ. ഇവിടെ നിന്ന് തറ ഡയലോഗ് അടിച്ച് സാറിന്റെ വില കളയല്ലേ? കണ്ടോ സാമേ, സൂസന സിസ്റ്ററിന്റെ പേര് പറഞ്ഞ അപ്പൊ കുര്യാക്കോ സാർ നടുവേർപ്പെടും. വേണ്ട, എല്ലാം കൂടി ചേർത്ത് നിനക്ക് ശരിക്ക് തരുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും എന്തൊട്ട് പാക്കിയേ? നെടുവീർപ്പെട്ടോ? അതുകൊണ്ടാ അതാ ഞാൻ ഇവിടെ. നിങ്ങൾക്കൊക്കെ പണി വാങ്ങിച്ചു തന്നാ എനിക്കിട്ട് തന്നെ തരണേ പണി. അല്ല, നീ എന്താ പറഞ്ഞേ? നമ്മൾ തമ്മിൽ റൊമാൻസ് ആണോ? കിടക്കട്ടടിച്ചേക്ക അങ്ങനെ ഒരു നമ്പർ. അതുകൊണ്ട് കുര്യാക്കോ സാറിന്റെ ഉറക്കം പോയി കിട്ടൂലോ. ഓക്കേ, ഞാൻ ട്രൈ ചെയ്യട്ടെ. സാം, നീ എനിക്കൊരു ഫേവർ ചെയ്യാമോ? എന്താ? സ്കൂളിന് വെളിയിൽ ഒരാൾ നിൽപ്പുണ്ട്. അയാൾ ഒരു പാക്കറ്റ് തരും. നീ അതൊന്ന് വാങ്ങിക്കൊണ്ടുവരാമോ? ഈ പാതിരാത്രിയിലോ? അത് അങ്കിൾ എനിക്ക് വേണ്ടി ജർമ്മനിയിൽ നിന്ന് കൊടുത്തുവിട്ട ചില ഐറ്റംസാ. അയാൾ എത്തിയപ്പോൾ ലേറ്റായി. നൈറ്റിൽ സ്റ്റുഡൻസിന് പുറത്തു പോകാൻ പാടില്ല. നിനക്ക് പ്രോബ്ലം ഇല്ലല്ലോ. ഇത് അയക്ക് കൊടുത്തേക്ക്. അയാളുടെ എക്സ്പെൻസിനാ.